അമിത്ഷാ തന്റെ വിരമിക്കൽ പ്രഖ്യാപനത്തിനെ കുറിച്ച് സംസാരിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് താൻ വിരമിച്ച ശേഷം, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശം. വിരമിച്ച ശേഷം ഉപനിഷത്തുകളും വേദങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവ് നേടുകയും ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അങ്ങനെ എപ്പോഴായിരിക്കും അദ്ദേഹം വിരമിക്കുക? നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു പതിവില്ല. കസേരയിൽ നിന്നും ചവിട്ടി പുറത്താക്കിയാൽ പോലും പോകില്ല, കടിച്ചു തൂങ്ങിയിരിക്കും. ആ സമയത്താണ് അമിത്ഷാ ഇത്തരം ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നത്. ശരിയാണ്, അത് ശ്രീജിത്ത് പറഞ്ഞത് ശരിയാണ്. വിരമിച്ചതിന് ശേഷം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്ക്. അപ്പോൾ വിരമിക്കും എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും കുറച്ചു കാലം കാത്തിരിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അമിത്ഷായുടെ എല്ലാ കാര്യവും മുൻകൂട്ടിയുള്ളൊരു പ്ലാനിങ് ആണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആഭ്യന്തര വകുപ്പ് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത അപൂർവം മന്ത്രിമാരിലൊരാളാണ്. ഇതിനു മുമ്പ് എനിക്ക് സർദാർ വല്ലഭായ് പട്ടേലാണ്. അതും പിന്നെ VP മേനോൻ്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പിനെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റിയതെന്ന്. പക്ഷേ ഇതങ്ങനെയുള്ള ഒരു സെക്രട്ടറി ഒന്നും ഇദ്ദേഹത്തിനില്ല, ഉള്ളതായിട്ട് നമുക്കറിയില്ല. അജിത് ഡോവലുണ്ട്, പക്ഷേ അത് ഇദ്ദേഹത്തിൻ്റെ മാത്രം മന്ത്രിയല്ല. അദ്ദേഹത്തിൻ്റെ കൂടുതലും രാജ്യരക്ഷ, വിദേശകാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പോകുന്നത്. ദേശീയ ഒരു ഉപദേശകൻ മാത്രമാണ്, ദേശീയ സുരക്ഷാ ഉപദേശങ്ങൾ, ആഭ്യന്തരവും വരും അദ്ദേഹത്തിൻ്റെ മേഖലയിൽ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത്ര എഫിഷ്യൻ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നടത്തുന്ന ഒരു കാര്യം ഒരു മനുഷ്യൻ എന്ന് പറയത്തക്ക രീതിയിൽ തന്നെ നടന്നു. അത് നോക്കൂ, തീവ്രവാദം ഇന്ത്യയിൽ അവസാനിപ്പിക്കും പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. കാരണം അത്രമാത്രം എത്ര ഗവൺമെൻറ്റുകൾ, എത്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ, എത്ര പട്ടാളക്കാർ, എത്ര പോലീസുകാർ, എത്ര സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുകാർ ഒന്നും വിചാരിച്ചിട്ട് ഇതുവരെ നടത്താൻ പറ്റാത്ത ഒരു കാര്യം അദ്ദേഹം ഒരു ടാർഗറ്റഡ് ഡേറ്റ് വെച്ചിട്ട് നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ മാവോയിസ്റ്റുകളുമായി ബന്ധപ്പെട്ട മാവോയിസ്റ്റുകൾ ഇപ്പോൾ വേണമെങ്കിൽ ഏത് രാഷ്ട്രീയ നേതാവിനെയും കൊല്ലാൻ, അമിത്ഷായെ പോലും കൊല്ലാൻ കരുത്തുള്ളവർ. നമുക്കറിയാമല്ലോ VC ശുക്ല എങ്ങനെയാണ് മരിച്ചു വന്നതെന്ന്. ഈ തീവ്രവാദികളാണ് കൊല്ലുന്നത്. എത്ര പേരെ പ്രമുഖരായ രാഷ്ട്രീയക്കാരെ കൊല്ലുന്ന, നിഷ്പ്രയാസം കൊല്ലുന്ന ആൾക്കാരാണ് ആദിവാസി സഹായത്തോട്. അപ്പോൾ ഇതിന് കാലിബ്രേറ്റഡ് ആക്ഷൻ പ്ലാൻ അദ്ദേഹം തയ്യാറാക്കിയത് ആദ്യം ഇവർക്ക് വേണ്ട ഇൻഫർമേഷനും സഹായവും കൊടുത്തുകൊണ്ടിരുന്ന ആദിവാസികളെ തൃപ്തിപ്പെടുത്തുക, അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുക. അവരുടെ ജീവിതം മെച്ചപ്പെട്ടതോടുകൂടി നക്സലൈറ്റുകളെ ആശ്രയിക്കാതെ അവർക്ക് സ്വന്തം വരുമാനം ഉണ്ടായി. നക്സലൈറ്റുകൾ അവർക്കൊരു ശല്യമായി. അങ്ങനെ അവരുടെ ഇടയിൽ നിന്ന് വേണ്ടത്ര ഇൻഫർമേഷൻ കിട്ടി. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇന്നാൾ ഇന്നടത്ത് ഒളിച്ചിരിക്കുന്നു എന്നുള്ള വിവരം അവരിൽ നിന്ന് കിട്ടാൻ ശേഖരിച്ചു. അതോടുകൂടി ദുർബലമായി തുടങ്ങി നക്സലൈറ്റുകളുടെ. കാരണം വളരെ എഫിഷ്യൻ്റായിട്ട് അത് ചോർന്നു. എവിടെ ഉണ്ടെന്ന് കറക്റ്റ് അറിയാം. അവിടെ മാത്രം ടാർഗറ്റ് ചെയ്ത് പോലീസ് പോയി. അല്ലാതെ പോയി എവിടെ ഉണ്ടെന്ന് തപ്പാൻ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കുഴി ബോംബുകളിൽ കാളി വീണിട്ട് നിങ്ങളുടെ ജീവിതം അങ്ങ് തീരുന്നുള്ളൂ, അംഗഭംഗം വരുമല്ലേ. അങ്ങനെയാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. മറ്റേത് വ്യക്തമായ ഇൻഫർമേഷനെ, ഇൻ്റലിജൻസിനെ ആസ്പദമാക്കിക്കൊണ്ട് കാടിനുള്ളിൽ ചെന്നു കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്തു കൊന്നു. പലരും കീഴടങ്ങി, പലരും മരിച്ചു. ഇതോടുകൂടി ഇപ്പോൾ ഇവരുടെ നട്ടെല്ല് പോയിരിക്കുകയാണ്. നട്ടെല്ല് മാത്രമല്ല, തലച്ചോറും പോയിരിക്കുക. അവരുടെ ബുദ്ധി കേന്ദ്രങ്ങൾ, നക്സലൈറ്റിൻ്റെ ബുദ്ധിജീവികളായിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ തീർന്നു അല്ലെങ്കിൽ കീഴടങ്ങിക്കഴിഞ്ഞു. തലയ്ക്ക് വലിയ വിലയിട്ടിരുന്ന ഒരാളെ ആണല്ലോ, 1 കോടി രൂപയോ മറ്റോ വിലയിട്ടിരുന്ന ഒരു നക്സലൈറ്റിനെയാണ് കഴിഞ്ഞ ദിവസം പിടിച്ച് വേണ്ടതുപോലെ കൈകാര്യം ചെയ്തു. അപ്പോൾ അതോടുകൂടി അതിൻ്റെ കണ്ണികളെല്ലാം മുറിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കോൺഫിഡൻ്റായിട്ട് 2026 ഇത് തീരും എന്ന് പറഞ്ഞാൽ അവസാനത്തെ കണ്ണിയും ഇല്ലാതായിത്തീരും എന്നുള്ളൊരു അറിയിപ്പ് കൊടുക്കാൻ പറ്റും. അങ്ങനെ കാലിബ്രേറ്റഡ് ആക്ഷൻ പ്ലാനിലാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഞാൻ വിരമിച്ചു കഴിഞ്ഞു അതെന്തൊക്കെയാണ് ചെയ്യുന്നത്? ജൈവ കൃഷി, പിന്നെ വേദങ്ങൾ, ഉപനിഷത്തുകൾ. ഇവിടെയാണ് വലിയൊരു അത്ഭുതം, നമുക്ക് ട്വിസ്റ്റ് വരുന്നത്. വാസ്തവത്തിൽ ഇദ്ദേഹം ഒരു ഹിന്ദുവല്ല, ജൈന മതക്കാരനാണ്. ഷാ എന്നുള്ള ഫിറോസ് ഷാ എന്ന് പറയുന്നത് മുസ്ലിമല്ല, അത് ഹിന്ദുവല്ല, ജൈനനാണ്. ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് സേവനം ചെയ്തിട്ടുള്ളതാണ്. ആണ് ഫിറോസ് ഷാ കോട്ട്ല ഗ്രൗണ്ട് എന്നൊക്കെ പറഞ്ഞ ഗ്രൗണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ജനനാണ്. ഇന്ത്യക്ക് വേണ്ടി വലിയ സേവനമാണ് അദ്ദേഹം ചെയ്തത്. നക്സലിസത്തിനെതിരെയുള്ള വലിയ പോരാട്ടം. അത്തരം ഒരു ജൈന മതക്കാരനാണ്. നോക്കൂ, ആ മതക്കാരുടെ ഇന്ത്യയോടുള്ള കൂറ് നോക്കൂ. പാഴ്സി മതക്കാരെ പോലെ ആ കൂറാണ് ഓരോ മതക്കാരും ഇന്ത്യയോട് കാണിക്കേണ്ടത്. വാസ്തവത്തിൽ അതാണ് യഥാർത്ഥ മതേതരത്വം. വൈവിധ്യത്തിൽ, നാനാത്വത്തിൽ ഏകത്വം, വൈവിധ്യത്തിൽ ഏകത എന്ന് പറയും. അതിൻ്റെ മൗഢോദാഹരണമാണ് ഹിന്ദുവല്ലാത്ത അമിത്ഷാ. അദ്ദേഹം ഇത് കഴിഞ്ഞ് പഠിക്കാൻ പോകുന്നത് എന്താണ്? ഉപനിഷത്തുകൾ, വേദങ്ങൾ. അദ്ദേഹം ചെയ്യാൻ പോകുന്നത് എന്താണ്? ജൈവ കൃഷി. കാരണം എന്താണ്? ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കൃഷിയിൽ ധാരാളം രാസവളങ്ങൾ
രാസകീടനാശിനികൾ പ്രയോഗിക്കുന്നു. ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ വിളവിൽ ധാരാളമായിട്ട് ഇൻസെക്ടിസൈഡ്സ് ഉണ്ടായിരിക്കും. അവ ധാരാളമായി കഴിച്ച് നമ്മൾക്ക് ക്യാൻസർ വരുന്നു, ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നു. അപ്പം ഇതിനെതിരെ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ തന്നെയാണ് അദ്ദേഹം മന്ത്രി അല്ലാത്ത രൂപത്തിൽ ഒരു പൗരനെന്നുള്ള നിലയിൽ ഈ മേഖലയിൽ കേന്ദ്രീകരിക്കുന്നത്. ജൈനൻ മാത്രമല്ല, അദ്ദേഹം ഒരു ബനിയ ബനിയ എന്ന് പറഞ്ഞാൽ വ്യാപാര രംഗത്ത് വളരെയധികം മുദ്ര പതിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ അതിൽ മിടുക്കന്മാരാണ്. പണം കൊയ്ത് എടുക്കാൻ കഴിയും, പണം വിതച്ചിട്ട് അങ്ങനെ ഗുജറാത്തിലെ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ കഴിയും. അങ്ങനെയുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മേഖലയിലും അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിയുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. മാർവാടികൾ എന്നാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പറയുന്നത്. ഈ അമിത്ഷായ്ക്ക് മുൻപ് യോഗി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടാണ് ഒരു ഇത്തരം വിരമിക്കൽ ചർച്ച ഉയർന്നു വന്നത് അല്ലേ? അതെ. അപ്പോൾ നരേന്ദ്രമോദിക്ക് ശേഷം ആരെന്നുള്ളൊരു ചർച്ച, അത് AAPയുടെ ആപ്പ് വയ്ക്കാൻ വേണ്ടി നരേന്ദ്രമോദിക്ക് അല്ല BJPക്ക് ആപ്പ് വയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഡൽഹി മുഖ്യമന്ത്രിയാവാൻ കുതിച്ച അറിയാമല്ലോ ആ മനുഷ്യൻ, അദ്ദേഹം ഒരു ആപ്പ് വയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഇന്ത്യ മുന്നണിയിലെ എല്ലാ ആൾക്കാരും കൂടെ സന്തോഷിച്ചു, ഇയാൾ പുതിയൊരു അജണ്ട സെറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷെ തോറ്റു തുന്നമ്പാടി, അയലിൻ്റെ തോറ്റു തുന്നമ്പാടി ഇന്ത്യ മുന്നണിയിൽ പാടി. അതല്ലേ സംഭവിച്ചത്? അങ്ങനെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്ന് എന്താ അദ്ദേഹം പറഞ്ഞു, യോഗി ആദിത്യനാഥാണോ അതോ അമിത്ഷാ ആണോ, അവർ തമ്മിലൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അദ്ദേഹം ഇപ്പോൾ ഈ രംഗത്തേക്ക് കേന്ദ്രീകരിക്കുമെന്ന് പറയുമ്പോൾ ഈ ആഭ്യന്തര വകുപ്പ് ഒഴിഞ്ഞ ശേഷം അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തീർച്ചയായിട്ടും BJPക്കാരനായിട്ട് തുടരും. പക്ഷേ ഈ രംഗങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുകയും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നത്, എന്തായാലും വിരമിക്കലിനെ കുറിച്ച് ഇതുവരെ യോഗി ആദിത്യനാഥ് ചിന്തിച്ചിട്ടില്ല. ചെറുപ്പക്കാരനുമാണ്, കാണുമ്പോൾ പ്രായം തോന്നുമെങ്കിലും അദ്ദേഹം മിക്കവാറും അടുത്ത പ്രധാനമന്ത്രിയാവാനുമാണ്, അതായത് പിൻഗാമിയായിട്ട്, നരേന്ദ്രമോദിയുടെ പിൻഗാമിയായിട്ട്, വളരെ പ്രായം കുറവാണ് അദ്ദേഹം, ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ആ യോഗി ആദിത്യനാഥിന് ഈ വേദങ്ങളെക്കുറിച്ചും ഉപനിഷത്തുകളെക്കുറിച്ചും പഠിക്കുന്നതിന് ഒരു വിരമിച്ച ജീവിതം ആവശ്യമില്ല. കാരണം എന്താണ്? അദ്ദേഹം ഇതെല്ലാം നേരത്തെ തന്നെ പഠിച്ചു വച്ചിരിക്കുന്നു. ജൈവ കൃഷി അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം പഠിച്ചു വച്ചിരിക്കുന്നു. അദ്ദേഹം വളരെ എഫിഷ്യൻ്റായിട്ട് അതുകൊണ്ട് തന്നെ ഭരണവും നടത്തുന്നു. അദ്ദേഹത്തെ അറിയാവുന്ന ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്, ജനങ്ങൾ പരാതി നൽകാൻ വരുമ്പോൾ ഇദ്ദേഹം ഒരിക്കലും ഇരിക്കാറില്ല, മറിച്ച് ഇദ്ദേഹം നിന്നുകൊണ്ടാണ് ഈ പരാതികൾ ഇങ്ങനെ ഏറ്റുവാങ്ങുന്നത്. അതേസമയം വരുന്ന ആളിനോട് ഇരിക്കാൻ പറയും. ഇരുന്നില്ലെങ്കിൽ നിർബന്ധിച്ച് കൂടെയുള്ള ആൾക്കാർ ഇരുത്തും, നിങ്ങളിരിക്കൂ, കാരണം നിങ്ങളാണ് ബഹുമാന്യൻ, ഞാനല്ല, ഞാൻ നിങ്ങളുടെ ഒരു സേവകൻ മാത്രമാണ്. കേരളത്തിലാണെങ്കിൽ മറിച്ചാണ്. കേരളത്തിൽ മറിച്ചല്ല, അടുക്കാൻ പറ്റുമോ അങ്ങോട്ട്? അങ്ങനെ സ്വീകരിക്കുന്ന അത്ര ജനകീയനായിട്ടും പോപ്പുലറായിട്ടുള്ള ഒരാളാണ്. ഇത്രയും കഴിവുള്ള ഒരു മുഖ്യമന്ത്രി. വിനയം, അതുപോലെ തന്നെ കഴിവ്, വിട്ടുവീഴ്ചയില്ലായ്മ, ബി ഫെയർ ആൻഡ് ഫെയർ അറ്റ് ദി സെയിം ടൈം. അതാണ് യോഗി ആദിത്യനാഥ്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ടിരുന്നില്ലെങ്കിലും അവിടുത്തെ ഗൂണ്ടായുസം മുഴുവൻ അവസാനിപ്പിച്ച വ്യക്തിയാണ്. ഇവർ രണ്ടും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യന്മാരായിട്ടുള്ള ആൾക്കാർ. ഇതും കൂടാതെ ഒരുപാട് പേരുണ്ട്. ആരാണെന്നുള്ളത് BJPയുടെ തീരുമാനം. ഇപ്പോൾ ഫഡ്നാവിസിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ ഉയർന്നത് കുറച്ചുകൂടി സമയമുണ്ട്. മുംബൈയിലെ മഹാരാഷ്ട്രയിൽ നിന്ന് വിജയമാക്കട്ടെ, BJP എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞിട്ടേ അതിന് സമയം ഉണ്ടാവുകയുള്ളൂ. ഭാവി പ്രധാനമന്ത്രിയാവാൻ ഏറ്റവും യോഗ്യനായ വ്യക്തിയാണെന്നുള്ളതിൽ വളരെ പ്രായം കുറവല്ലേ? ആദിത്യനാഥിലും താഴെയാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. ആ സീനിയോറിറ്റി അനുസരിച്ച് വരട്ടെ ഹയറാർക്കി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.